ഈ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പുറത്തു പോകാൻ തോന്നുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. പക്ഷെ കിച്ചനോട് ചോദിച്ചപ്പോൾ കിച്ചനൊന്നും പുറത്തു വരാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ബസ്സിന് നേരെ വിട്ടു നമ്മുടെ അൽറായിക്ക്. ഡെസ്റ്റിനേഷൻസ് പലതും മാറി മറിഞ്ഞ് അവസാനം ഞാൻ എത്തിയത് നമ്മുടെ അൽനാസറിലാണ് കേട്ടോ. ഞാൻ ചെന്ന സമയം എന്തായാലും കറക്റ്റായിരുന്നു, കാരണം അവിടെ ഒത്തിരി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കേടിക്കൊക്കെ നല്ല അടിപൊളി ടീഷർട്ട്സും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചെരുപ്പിനും ഷൂസിനും എല്ലാം ഒത്തിരി നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി ഇത് ഇങ്ങനത്തെയുള്ള ഷോർട്ട് നൈറ്റീസൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല പ്രൈസിന് എനിക്ക് അവിടെ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ ആദ്യക്കൂട്ടിന് കുറച്ച് ടോയ്സും പിന്നെ ഒരു കേടിക്ക് അവനെ പറ്റുന്ന അടിപൊളി ടീഷർട്ട്സും എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കുറേ നേരം അവിടെ തെണ്ടി തിരിഞ്ഞ് അവസാനം അധികം ലേറ്റ് ആവാണ്ട് നേരെ തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന എന്നെ കാത്ത് നമ്മുടെ ആദ്യക്കൂട്ടൻ ഡോറിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ആദ്യം ചെന്നപ്പോഴേ അന്വേഷിച്ചത് ടോയ് എവിടെയെന്നാണ്. ഞാൻ ടോയ് കൊടുത്തപ്പോൾ അവന് വലിയ ഇഷ്ടമായില്ല, കാരണം അതിൽ റിമോട്ട് എവിടെയെന്നാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ ടോയും അവൻ്റെ ടീഷർട്ട്സും എല്ലാം കാണിച്ചു കൊടുത്തു. ഇനി അടുത്ത ആൾ നമ്മുടെ കിച്ചു. എനിക്കൊന്നും കൊണ്ടുവന്നില്ല എന്നൊരു എക്സ്പ്രഷനോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോകുമ്പോൾ എന്നെ ഒന്ന് പുച്ഛിച്ചെങ്കിലും ഞാൻ കൊടുത്ത സാധനങ്ങൾക്ക് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് ഇടിച്ചൊന്ന് ട്രയലൊക്കെ നോക്കിയായിരുന്നു. അല്ലെങ്കിലും എൻ്റെ സെലക്ഷൻസൊക്കെ പണ്ടേ അടിപൊളിയാണെന്നേ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.